നമസ്കാരം. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും PDI നേതാവുമായിരുന്ന ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായി സൂചന. കഴിഞ്ഞ 3-4 മാസമായി അദ്ദേഹത്തെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ജയിൽ അധികൃതർ പുറത്തുവിട്ടിരുന്നില്ല. ഇതാണ് സംശയത്തിന് ആക്കം കൂട്ടുന്നത്. 2023 ഓഗസ്റ്റിലാണ് രാജ്യസുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ പുറത്തുവിട്ടു എന്ന പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നത്. 10ഓളം പേരാണ് അദ്ദേഹത്തിനെതിരെ ആ സമയത്ത് സാക്ഷി പറഞ്ഞിരുന്നത്. അദ്ദേഹം ജയിലിലായ സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരണ കാര്യങ്ങളും നടന്നിരുന്നത്. ഇമ്രാൻഖാനെ ലോകമറിയുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്ലെയർ എന്ന പേരിലാണ്. 3000 ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ പാകിസ്ഥാൻ കളിക്കാരൻ കൂടിയാണ് ഇമ്രാൻഖാൻ. മാത്രമല്ല, ടെസ്റ്റ് ഡബിൾ എന്നറിയപ്പെടുന്ന 3000 റൺസും 300 വിക്കറ്റും നേടുന്ന ലോകത്തെ 3ാമത്തെ കളിക്കാരനും ഇദ്ദേഹമാണ്. 1982-83 കാലഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ നടന്ന ടെസ്റ്റ് സീരീസിലാണ് ഇമ്രാൻഖാൻ കൂടുതൽ നേട്ടം കൊയ്തത്. 6 ടെസ്റ്റുകളുണ്ടായിരുന്ന പരമ്പരയിൽ 13.95 ആവറേജിൽ 40 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ടെസ്റ്റിലും ഏകദിനത്തിലും നയിച്ച ക്യാപ്റ്റനും ഇമ്രാൻഖാൻ തന്നെ. 48 ടെസ്റ്റുകളിലും 139 ഏകദിനങ്ങളിലുമാണ് അദ്ദേഹം പാകിസ്ഥാനെ നയിച്ചത്. ഇമ്രാൻഖാന്റെ നായക പദവിയിലാണ് 1992 ലോകകപ്പ് പാകിസ്ഥാൻ നേടിയത്. ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷം 1996 തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ കടന്നു. ലാഹോറിൽ ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രവും ഇദ്ദേഹം സ്ഥാപിച്ചു. സൈനിക നിലപാടുകാരുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും 2018 ഓഗസ്റ്റ് 18 ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി അദ്ദേഹം പ്രധാനമന്ത്രിയായി. പിന്നീട് 2022 അവിശ്വാസ വോട്ടെടുപ്പിലൂടെ അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കുകയായിരുന്നു. നിത്യജീവിതത്തിലും നിരവധി വിവാദങ്ങൾ ഇമ്രാൻഖാനെ പിന്തുടർന്നിരുന്നു. 2018 ഇമ്രാൻഖാൻ ബുഷറയെ വിവാഹം കഴിച്ചു. ഇസ്ലാമിക നിയമപ്രകാരം പുനർവിവാഹത്തിന് വേണ്ട മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ വിവാഹം. ബുഷറയുടെ ആദ്യ ഭർത്താവ് ഖാവർ മനേക നൽകിയ പരാതിയിൽ കോടതി കേസെടുത്തു. 7 വർഷത്തേക്ക് രണ്ടുപേരെയും കോടതി ശിക്ഷിച്ചു. 71-കാരനായ ഇമ്രാൻഖാന്റെ 3ാമത്തെ വിവാഹമായിരുന്നു ബുഷറയുമായുള്ളത്. തന്റെ ഭരണകാലത്ത് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്ന് പല പത്രസമ്മേളനങ്ങളിലും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ 2019 കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം തന്റെ സർക്കാർ ചർച്ചകൾ മുന്നോട്ടു പോയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത മാസം 8 പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇമ്രാൻഖാന്റെ മരണം വലിയൊരു പ്രതിസന്ധി തന്നെ തീർക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കാത്തിരുന്ന് കാണാം.